ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഇട്ടപ്പോൾ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മളെ ഹീറോയിൻ്റെ പേര് പ്രിയാണ്. പ്രിയാക്ക് ഇങ്ങനെ BTS മെമ്പർ ഒരുപാട് ഇഷ്ടമാണ്. അതുമാത്രമല്ല ഫാൻ ഗേൾ മാത്രമല്ല, അവളെ ഹീറോയിൻ്റെ ക്രഷ് പറഞ്ഞ അവരുടെ ഓട്ടീസാണ് ഒത്തിരി ഇഷ്ടം. അതുമാത്രമല്ല അവളെ ഡ്രീമെല്ലാം കാണാൻ എനിക്ക് അവരുടെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ ഫ്രണ്ട്സും ഭയങ്കര ഹീറോയുടെ ഫ്രണ്ട്സെല്ലാം കളിയാക്കായിരുന്നു. എൻ്റെ റെഡി നിനക്ക് 7 പേര് ഇഷ്ടമാണ് പറഞ്ഞാൽ ആരടി നമ്മുടെ ഫ്രണ്ട്സ് കളിയാക്കേനെ. ഒരുപോലെ ജിന്നാക്സേജ് ഇങ്ങനെ ഓരോന്നാൾ കേട്ടോ. എനിക്ക് ഓക്കെ, ആരോ ഒരാളെ ഓക്കെ അല്ലേ 7 പേര് ഓക്കെ എന്ന് ഫ്രണ്ടിനോട് പറയായിരുന്നു. ഹീറോയിന് എന്ത് കോളടി ഇത് എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയി ഫസ്റ്റ് ഇയറാണ് കോളേജ് പഠിക്കുന്നത്. ഹീറോയി കോളേജിലേക്ക് വന്നു. അതെ +2 അല്ലേ പഠിക്കുമ്പോൾ ഹീറോയി പറഞ്ഞു. ഇപ്പോൾ കോളേജിലേക്ക് വന്നു. ഇങ്ങനെ കോളേജിൽ അകത്ത് വന്നു. ഹീറോയി മച്ചി കീർത്തി എനിക്ക് പേടിയാവടി. കീർത്തി പറയാന്നുണ്ടെങ്കിൽ എന്തിനാ പ്രിയ പേടിക്കണേ? കീർത്തി പറയാറുണ്ടെങ്കിൽ എടി പ്രിയ നീ പേടിച്ച ഞാനേ പേടിക്കില്ല. എന്തടി പറയാ കീർത്തി? പൂജ പറയാറുണ്ട്. എന്തടി ഇവൾക്കൊരു പേടി? വാ നമുക്ക് കോളേജിനകത്ത് പോവാ. കുറച്ച് ബോയ്സ് റാഗിങ് ചെയ്തോണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര പേടിയാ. മച്ചി എനിക്ക് പേടിയാ, ഞാനിവിടുന്ന് പോവാ. ഞാൻ അച്ഛനോട് പറയാം എനിക്ക് ഈ കോളേജ് ഒന്നും വേണ്ടെന്ന്. അകത്ത് പോവാമായിരുന്നു. അങ്ങനെ ഹീറോയിൻ കോളേജിൽ അകത്ത് വരുമ്പോൾ ബോയ്സ് അവരെ റാഗിങ് ചെയ്യുമ്പോൾ ഹീറോയിനെ കാണുമ്പോൾ മൊത്തം ഫ്ലാറ്റ്. അതെ ഹീറോയിൻ കാണുന്ന ഭംഗിയുള്ള ഗേൾ. അതെ കാറ്റത്ത് ഹെയർ പറക്ക അവിടെ സീനിയർ റാഗ് ചെയ്യുന്നു. ഹീറോയിനെ നോക്കി അവർ ഫ്ലാറ്റായി. വാവ് ഇവളെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ റാഗ് ചെയ്യുന്ന ബോയ്സ് അല്ല ഹായ് ഹലോ എന്ന് പറയായിരുന്നു. സീനിയർ നിങ്ങളെന്താ റാഗ് ചെയ്യാൻ പോവാണ്? പാവമായിട്ട് കേൾക്കായിരുന്നു. സീനിയർ ഇല്ലമ്മ അകത്ത് പോയിക്കോ എന്ന് സീനിയർ പറയായിരുന്നു. അതിലായിട്ടുള്ള ഒരു സീനിയർ ഇപ്പോൾ ഇങ്ങനെ ഫോൺ നമ്പർ കേൾക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഒരു സീനിയർ വന്ന് കൈ വെച്ച് എന്താടാ അവിടെ? ഇല്ലടാ അവൾ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ആരാന്ന് ഇത് തിരിഞ്ഞു നോക്ക്. ഷോക്കായി. എടാ ഇങ്ങോട്ട് വാ. കാതിൽ വന്ന് ആ സീനിയറോട് അതെ റാഗ് ചേട്ടോട് ആ സീനിയർ ആ ഗ്രൂപ്പിലൊരു ലീഡർ മതി അവൻ്റെ കാതിലൊരു കാര്യം പറഞ്ഞു. ഷോക്കായി. എന്താ? ഇല്ലടാ അനിയത്തിമ്മ അകത്ത് പോയിക്കോ, ചേട്ടന്മാർ ഒന്നുമില്ല. എന്താണ് ഞാൻ പറയണത്? ഒന്നുമില്ല അവരുടെ കാതിൽ പറഞ്ഞു. അവർക്ക് ഷോക്ക്. അയ്യോ ഇവരുടെ കൈവച്ച് സെറ്റാവില്ല. പേടിച്ചവർ പോയി. അത് മാത്രമല്ല എന്താ ഇവിടെ കാതിൽ പറഞ്ഞത് അങ്ങനെയായിട്ട് പറയായിരുന്നു. എന്താടാ ഇത്ര വലിയ ആളാണോ? അതേടാ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ റാഗൻ ചെയ്യായിരുന്നു. അതെ അവർ സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത് ആ സീനിയേഴ്സ്. ഹീറോയി ഫസ്റ്റ് ഇയർ. അങ്ങനെയായിട്ട് വലിയ സീനിയേഴ്സ് വന്നായിരുന്നു ആ ബോയ്സ്. അങ്ങനെയായിട്ട് അവർ നോക്കുകയായിരുന്നു റാഗിങ്. അതിലൊരാളിങ്ങനെ റാഗ് ചെയ്യുന്ന ഒരാളെ കാതിൽ പോയിട്ട് പറഞ്ഞു. ഒരാളോട് പാതിൽ പോയിട്ട് കാതിൽ പറഞ്ഞായിരുന്നു. വന്ന കാര്യം അവരടിച്ചു സ്മക്ക് ചെയ്തു. വെളിയിൽ വന്നു. ഇവരാണ് റാഗിങ് ചെയ്യാൻ ട്രൈ ചെയ്തതെന്ന് അവർ പിടിച്ചു. എന്താടാ നീ അവൾ റാഗ് ചെയ്യാൻ ട്രൈ ചെയ്യോ എന്ന് പറഞ്ഞു. അവന് മൂക്കൊക്കെ വന്ന് അടി വെച്ച്. സീനിയർ ഞങ്ങളൊന്നും റാഗിങ് ചെയ്തില്ല, ഞങ്ങളൊരു ചോദ്യം കേട്ടതാ. ഇനി മേലെ റാഗിങ് ഒന്ന് വന്നറിഞ്ഞോ ഞാൻ എന്ത് ചെയ്യും ഏത് ചെയ്യും അറിയില്ല, മനസ്സിലായോ? സോറി സീനിയർ അങ്ങനെ പറഞ്ഞായിരുന്നു. ആ സീനിയർ മുറച്ച് അവിടെ നിന്ന് പോയി. അയ്യോ ഇവരുമായിട്ട് കൈവച്ചല്ല, ഇവരാരെന്നറിയാതെ കൈവച്ച് ചോദ്യം കേട്ട ഇനി മേലായി. അങ്ങനെ കുറച്ച് സീനിയേഴ്സ് എല്ലാവരും മുറക്കായിരുന്നു. ഹീറോയി ജോലായിട്ട് ക്ലാസ് പോകുമായിരുന്നു. ഹീറോയിനെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ആ സീനിയർ സിക്കായിരുന്നു. ശരി ഓക്കെ പ്രശ്നമില്ല. അങ്ങനെ ആയിട്ട് ഡേയ്സ് പോകുന്നുണ്ടെങ്കിൽ ഹീറോയി ജോലായിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഫ്രണ്ട്സ് പറയാൻ തുടങ്ങി മച്ചി നമുക്ക് ഈ പ്ലേസൊക്കെ പോവാ. എവിടേക്കടി? നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവാ. ഐസ്ക്രീമാ? എന്തിനാണ് ഐസ്ക്രീം പറയുന്നത്? ഐസ്ക്രീം കളിക്കാൻ പോകാൻ പറയുന്നത്. എന്തടി ഐസ്ക്രീം കളിക്കാൻ പോകുന്നില്ലേ, കഴിക്കാൻ പോവാ. എടി എന്താ ജോക്ക് പറയാ? അങ്ങനെ രണ്ടുപേരും ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. ഹീറോയി തലകൈ. അയ്യോ ഇവര് കാര്യം എന്ത് വെച്ച് ചെയ്യാതെ അറിയില്ല. അതിലൊരു ബോയ് വന്നായിരുന്നു. എന്താ അമ്മ അവിടെ ചെയ്യുന്നേ? ഹീറോയി തിരിഞ്ഞു നോക്ക്. ചേട്ടാ എന്ന് പറയായിരുന്നു. അങ്ങനെ 2 പേഴ്സ്. ചേട്ടൻ ആരാ? അത് സീനിയറാണ്. ചേട്ടാ എന്താ ഇവിടെ ചെയ്യാ? അമ്മേൻ്റെ അടുത്ത് പറഞ്ഞയച്ചതാ. നീ ഇവിടെ കളി വരുന്നു കോളേജിക്ക്? അതെ ചേട്ടാ. ശരി ഓക്കെ ഇങ്ങോട്ട് വാ. സീനിയർ ശരി നിങ്ങൾ ക്ലാസ്സിൽ പോയിക്കോ. സീനിയർ അത് നിങ്ങൾ ക്ലാസ് പോയിക്കോ. ചേട്ടാ എന്താ ഇവിടെ ചെയ്യുന്ന? ഞാനിവിടെ കോളേജിൽ സീനിയറാണ്, മനസ്സിലായോ? ശരി ചേട്ടാ സീനിയറെ എനിക്ക് എന്താ എന്ന് പറഞ്ഞു. ഇവളൊരു കുറുമ്പുകാരി, ഇവളെ വെച്ച് ഞാൻ എന്താ ചെയ്യുക? അങ്ങനെ ഗ്രൂപ്പൊക്കെ വിളിച്ചോണ്ട് പോയായിരുന്നു. അങ്ങനെ അവിടെ അതെ ഹീറോയിനോട് സംസാരിച്ച ആ സീനിയർ
ബോയ്സ് അവിടെ നിന്ന് നോക്കായിരുന്നു. അയ്യോ ഇവരെ അനിയത്തിയാണ് അറിയാതെ ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് അവർക്ക് പേടിയായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ അവനൊക്കെ ഒരു മുറ. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനെ കണ്ട് പേടിച്ചൊരു ഇറക്കായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ചേട്ടൻ നോക്കി ഓരോരോ മുറ. മേലെ എൻ്റെ അനിയത്തിന് മേലെ കണ്ണ് വെച്ച് കണ്ണ് തോണ്ടിയെടുക്കുക ഒരു റിയാഷ് കാട്ടി. അയ്യോ സീനിയറിൻ്റെ അനിയത്തിയാണ് അറിയാതെ ഇത് അയ്യോ ഇത് ശരിയാവില്ല അങ്ങനെ പറഞ്ഞായിരുന്നു ഹീറോയിൻ്റെ ചേട്ടൻ. ഇവിടെ എല്ലാവരുടെയും ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, ഹായ് ഹലോ എന്ന് പറഞ്ഞായിരുന്നു. ഹലോ 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 ആ നീ ആ ആ ചേട്ടനല്ലേ? ഏത് ചേട്ടനാ? ആ ജുലബി ലഡ്ഡു ചേട്ടനല്ലേ? അയ്യോ കണ്ടുപിടിച്ചല്ലോ അമ്മ. ലഡ്ഡു ചേട്ടൻ എപ്പോൾ സിമ്മായത്? അയ്യോ മോളെ ലഡ്ഡു ചേട്ടനെ വിളിക്കേണ്ട തന്നെ. വിക്രം വിളിച്ചോ? ഓ ചേട്ടാ നീ എപ്പോഴും ലഡ്ഡു ചേട്ടൻ. അയ്യോ ഇവളൊരു കാര്യം എന്നാടാ എൻ്റെ അനിയത്തി. എൻ്റെ ഹീറോയുടെ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഹീറോയിനെ അറിയും. ശരി മാ, എന്ത് പ്രശ്നമുണ്ട് ചേട്ടന്മാരോട് പറയണം, മനസ്സിലായോ? അങ്ങനെ എല്ലാവരോട് ചേട്ടൻ അതെ ഹീറോയിൻ്റെ ചേട്ടൻ ഗ്രൂപ്പിൽ ഏഴ് ബോയ്സാണ്. ഹീറോയിൻ്റെ ചേട്ടൻ ലീഡർമാർ, ഗ്യാങ് ലീഡർ മതി. പറയാൻ തുടങ്ങി എന്താണ് പ്രശ്നം. അങ്ങനെ ഒരു ചെക്കൻ ഓടി 6 പേരിൽ സംസാരിക്കാൻ. അതിൽ ഒരാൾ കൂടി ഓടി വന്നു. മച്ചാ എന്താടാ പ്രശ്നം? ഇല്ലടാ ഒരു ക്ലാസ്സിൽ ഒരു പ്രശ്നം. എന്ത് പറ്റി? നടന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ ശരി ഓക്കെ. അങ്ങനെ ആ ക്ലാസ് പോയി. എന്താടാ പ്രശ്നം? അതില്ല ഈ കുട്ടീനെ ടോർച്ചർ ചെയ്തു ഈ ചെക്കന്. അങ്ങനെ ആ ചെക്കന് മറട്ടിയായിരുന്നു. സോറി സീനിയർ എന്നെ ടോർച്ചർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയുടെ ചേട്ടൻ ഇവിടെ സംസാരിച്ചായിരുന്നു. ഹീറോയിൻ ഒരു ഗേൾ വന്നായിരുന്നു. ആ ഗേൾക്ക് ഹീറോയിനെ കാണുമ്പോൾ കുറച്ച് ടെൻഷനാകാൻ തുടങ്ങി. ഇവളാരാ എൻ്റെ ആളുടെ പുറകിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ ആ ഗേൾക്ക് ടെൻഷനായിരുന്നു. അതെ അവളെ പേര് മേഘനക്ക് ഹീറോയിൻ്റെ ചേട്ടൻ മേലെ കണ്ണ്. ഹീറോയിൻ്റെ ചേട്ടൻ പുറകിൽ പരവട്ടം നടക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ കണ്ടുക്കൊന്നുമില്ല ആരായിട്ട്. ക്ലാസ്സിൽ കോളേജിൽ ആൻസമുള്ള ബോയാണ് ഹീറോയിൻ്റെ ചേട്ടൻ. കുറേ ഗേൾസ്ക്ക് ഹീറോയിൻ്റെ ചേട്ടൻ മേലെ കണ്ണ്. അർജുൻ മേഘനൊക്കെ ടെൻഷനായി. അർജുൻ എനിക്കാ ഇവളെന്തിനാ അർജുൻ്റെ പുറകെ നടക്കുന്നത്? അർജുൻ ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നു. അർജുൻ്റെ പുറകെ ഇങ്ങനെ കോളേജിൽ വരുന്ന വിളിച്ചുകൊണ്ട് പോകുന്ന ഡ്രോപ്പ് ചെയ്യുന്നത്. അങ്ങനെ ആരാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞായിരുന്നു. അർജുൻ അങ്ങനെ ആർക്കും അവൾക്ക് പറയുന്നില്ല. അവൾക്ക് കുറച്ച് ഡൗട്ടുണ്ട്. ചോദിച്ചാൽ ഒരുവേള ഗേൾ ഫ്രണ്ട് അവൾ ക്ലാസ് വന്നിട്ട് പറയാൻ തുടങ്ങി. ഒരുവേള ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കൂ എന്ന് ആ പെണ്ണ് പറഞ്ഞു. ആ പെണ്ണ് പ്ലാൻ ചെയ്തവർക്ക് നിന്നെ വിടില്ല ഞാൻ എന്ന് പറഞ്ഞു.